വളരെ സന്തോഷകരമായി മുന്നോട്ട് പോയ ജീവിതമാണ്. ഇവരെന്റെ പിന്നാലെ ഓടിയിട്ട് ഏകദേശം 3 മാസത്തോളായി. ഒരു സിനിമ അടക്കം കണ്ടു കഴിഞ്ഞാൽ കരയുന്ന കുട്ടിയാണ്. പക്ഷെ ഞാൻ സിനിമ കണ്ട കരയും. ഇപ്പൊ എന്താ കരയാത്തെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്താണെന്നറിയില്ല, ദൈവം തന്നൊരു കോൺഫിഡൻസ് ആയിരിക്കണം. ഇത്രയും ചിരിച്ചിട്ട് ഉറക്കൂല ശരിക്ക്. മാക്സിമം എൻ്റെ കരച്ചിലും വികാരങ്ങളൊക്കെ അടക്കി പിടിച്ചിട്ട് നമ്മുടെ ജീവിതത്തിലിട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹലോ, നമസ്കാരം. ഞാൻ അഞ്ജലിയാണ്. ഇത് കൃഷ്ണകുമാറാണ് എൻ്റെ കൂടെയാണ് പഠിച്ചത്. അവർക്ക് നമ്മുടെ അടുത്തൊരു സഹായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പേരുടെ അടുത്തേക്ക് എത്തി, അത് ഒരു വലിയ സഹായം ആ കുടുംബത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിയും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വൈഫാണ് സൂര്യപ്രഭ. ഇപ്പോൾ കറൻ്റ്ലി ബ്ലഡ് ക്യാൻസർ രോഗം ബാധിച്ചിട്ട് RCCയിൽ ചികിത്സയിലാണ്. അപ്പോൾ എന്താ പറയുക, മജ്ജ മാറ്റി വെക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കറൻ്റ് പറയുന്നത്. ഞാൻ ബാംഗ്ലൂർ ഒരു സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറെ നേരം നിൽക്കുന്നതിന്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ കാലില് ബ്ലഡ് ക്ലോട്ട് വരാനായിട്ട് തുടങ്ങി. ടെസ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ബ്ലഡ് ക്യാൻസർ ആണെന്നാണ് ഡോക്ടർ പറയുന്നത്. തൃശ്ശൂർ അമല ഹോസ്പിറ്റലിലോട്ട് പോകണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വൈഫിൻ്റെ ബ്ലഡിൻ്റെ കൗണ്ട് അൺഈവൺ ആയിരുന്നു. ഒരു 75 ലക്ഷം അല്ലെങ്കിൽ 1 കോടി രൂപയുടെ അടുത്തുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് എന്നുള്ള രീതിയിലാണ് അവർ നമ്മളോട് ഇനീഷ്യലി പറഞ്ഞത്. ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇത്രയും കാശ് നമുക്ക് സ്വരൂപിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കയ്യിൽ നിൽക്കുന്നതല്ല എന്ന് തോന്നിയിട്ട് നമ്മൾ അവിടെ നിന്ന് RCCയിൽ തിരുവനന്തപുരം RCCയിലോട്ട് അവിടെ നിന്ന് വരികയാണ് ഉണ്ടായിരുന്നത്. അപ്പോഴുള്ള ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനാണ്, അസ്ഥിമജ്ജ മാറ്റി വയ്ക്കൽ എന്നുള്ളത്. RCCയിൽ ആ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. പക്ഷേ അവിടുത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൂടെ ജനിച്ച ആരെങ്കിലും, അതായത് സിബ്ലിങ്സ് 100% മാച്ച് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് RCCയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ കൂടെ ജനിച്ചത് അനിയത്തി മാത്രമാണുള്ളത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഭാഗ്യവശാൽ നമുക്ക് പറയുകയാണെങ്കിൽ ഇവരുടെ സിസ്റ്ററിൻ്റെ മജ്ജ മാച്ചില്ല, 0% ആണ് മാച്ച്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ RCCയിൽ ഇപ്പോൾ തുടർ ചികിത്സ സാധ്യമല്ല. അപ്പോൾ നമ്മളത് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ തന്നെ മലബാർ ക്യാൻസർ സെൻറ്റർ തലശ്ശേരിയിൽ ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ചോദിച്ചു നോക്കിയപ്പോഴും ഏകദേശം എക്സ്പെൻഡിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 40-45 ലക്ഷം രൂപയുടെ ഒരു കോസ്റ്റാണ് നമ്മുടെ MCCയിൽ നിന്ന് നമുക്ക് കിട്ടിയത്. എൻ്റെ ഒരു ഇത് കാരണം കുറേ പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. അതെനിക്ക് പെയിനുള്ള ഒരു കാര്യമാണ്. അപ്പം എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് ഒരു രക്ഷ ദൈവം തരും തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തിനാണ് കരയുന്നത്? ഒരു സിനിമ അടക്കം കണ്ടു കഴിഞ്ഞാൽ കരയുന്ന കുട്ടിയാണ്. പക്ഷെ ഞാൻ സിനിമ കണ്ട കരയും. ഇപ്പം എന്താ കരയാത്തെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇപ്പോഴും ഈ രോഗം ഫുള്ളായിട്ട് ശരിയാകുമെന്ന് പറഞ്ഞൊരു കോൺഫിഡൻസിൽ ഇരിക്കുന്നുണ്ട്. ആ കോൺഫിഡൻസാണ് ഇപ്പോഴും വേണ്ടത്. സാമ്പത്തികമായിട്ട് നമ്മളൊരു അത്ര സ്ഥിതിയിലല്ലാത്തതുകൊണ്ട് എല്ലാവരും സഹായിക്കണം. എന്നാൽ മാത്രമാണ് എൻ്റെ ഭാര്യനെ ക്യാൻസർ എന്നുള്ള രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇതൊരു അപേക്ഷയാണ്. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ഒക്കെയും എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കുറച്ചൊക്കെ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും ആകുന്നില്ല. മജ്ജ മാറ്റിവെക്കലിനും തുടർ ചികിത്സയ്ക്കുമായി നമുക്ക് വേണ്ടത് 70 ലക്ഷം രൂപയാണ്. നാട്ടുകാരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ രൂപീകരിച്ച ചികിത്സാ സഹായ സമിതി നൽകിയിരിക്കുന്ന ചികിത്സാ സഹായ അക്കൗണ്ടാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ചികിത്സാ സഹായ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ഫോൺ പേയിലോ GPayയിലോ ലിങ്ക് ചെയ്യാൻ സാധിക്കില്ല. സ്ക്രീനിൽ കാണുന്ന അക്കൗണ്ട് ഡീറ്റെയിൽസും QR കോഡും ഉപയോഗിച്ച് നിങ്ങളുടെ വിലയേറിയ സഹായം നൽകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓരോ രൂപയും വിലപ്പെട്ടതാണ്. അത് അർഹമായ കരങ്ങളിലേക്ക് തന്നെ എത്തുകയും ചെയ്യുന്നു. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങളോട് സഹായം ചോദിക്കുന്നത്. കാണാതെ പോകരുത്, ഇതൊരു അപേക്ഷയാണ്.